പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു 20 ചോദ്യങ്ങൾക്കകത്ത് കട്ട് ഓഫ് ആയിട്ട് വെച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 14 മാർക്കാണ് കേട്ടോ. 14 മാർക്കാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ അവസാനം കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കരുത്. ഓക്കെ, അതിപ്പോൾ 2 മാർക്ക് ആയിക്കോട്ടെ, 5 മാർക്ക് ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് കമൻ്റായിട്ട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ചും നിങ്ങളുടെ കൂട്ടുകാരുടെ റേഞ്ചും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയാനും ഇമ്പ്രൂവ് ചെയ്യാനും കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. വിവരാവകാശ നിയമപ്രകാരം ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ നിഷേധിക്കുന്നുവെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന പട്ടിക ഏതാണ്? ശ്രദ്ധിക്കുക, നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന പട്ടിക ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞേ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ 4 ആണ്. എന്താണ്? രണ്ടാം പട്ടികയാണ് കേട്ടോ. രണ്ടാം പട്ടികയാണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയ്ക്കകത്താണ് എന്ത് ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പ്രതിപാദിച്ചിട്ടുള്ളത് വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ശ്രദ്ധിക്കുക, കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏത് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏതാണെന്നറിയാമോ? ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത്. 2000 ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് ഇത്. 2000. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. കേരള പോലീസ് ആക്ട് 2011 പ്രകാരം ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, കേരള പോലീസ് ആക്ടിൻ്റെ 2011 കേരള പോലീസ് ആക്ട് പ്രകാരം ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏത് എന്നാണ്, അല്ലെങ്കിൽ കേരള പോലീസ് സെക്ഷൻ ഏത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണെന്ന് അറിയാമോ? ഇതിന് ശരി ഉത്തരം വരുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 ആണ് കേട്ടോ. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമാണ് ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യമാണ്. കേരള പോലീസ് ആക്ട് 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്നാണ് നാലാമത്തെ ചോദ്യം. ശരി ഉത്തരം അറിയാമോ? ഏതാണ്? കേരള പോലീസ് ആക്ട് 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4 ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, സെക്ഷൻ 4 എന്ത് ചെയ്യുന്നത്, പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4 അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യമാണ്. ഇത് ബയോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ചോദ്യമാണ്. നാഡീകോശത്തിലെ നീളം കൂടിയ തന്തുവായിട്ടുള്ള ആക്സോണിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമായ മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ധർമ്മം ഒന്ന് വായിച്ചു നോക്കിയേ. ആക്സോണിന് വേണ്ട പോഷകങ്ങളും ഓക്സിജനും നൽകുന്നു. ആക്സോണിന് വേണ്ട പോഷകങ്ങളും ഓക്സിജനും നൽകുന്നു. അടുത്ത പോയിന്റാണ് ആവേഗങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നു. അടുത്ത പോയിന്റ് സി പോയിന്റ് ആണ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ 3 പോയിന്റിൽ നിന്ന് നമ്മുടെ മൈലിൻ ഷീറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാണെന്ന് മനസ്സിലായോ? ഇത് 3ഉം ശരി ഉത്തരം തന്നെയാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ മൈലിൻ ഷീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഈ പറയുന്ന താഴോട്ട് പറയിട്ടുള്ള ഈ 3 പോയിന്റുകളും. ആക്സോണിന് വേണ്ട പോഷകങ്ങളും ഓക്സിജനും ഒക്കെ നൽകുന്ന ആര് തന്നെയാണ്? മൈലിൻ ഷീത്താണ്. ആവേഗങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നത് ആരാണ്? മൈലിൻ ഷീത്താണ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നതും ആര് തന്നെയാണ്? നാഡീകോശത്തിലെ നീളം കൂടിയ തന്തുവായിട്ടുള്ള ആക്സോണിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1ഉം 2ഉം 3ഉം എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ശരിയായ ജോഡി ഏതാണ്? അതിൽ ഒന്നാമത്തെ ജോഡി വായിച്ചു നോക്കിയേ. പാൽച്ചുരം എന്ന് പറയുന്നത് വയനാട് കണ്ണൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കണ്ണൂർ കൂർഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അരുവാമൊഴി ചുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം തിരുനെൽവേലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ശരിയായ ജോഡി ഏതെന്നറിയാമോ? ഏതാണ് വരുന്നത്?
അപ്പോൾ പാൽച്ചുരം എവിടെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് തന്നെയാണ് പാൽച്ചുരം. 1 ശരിയാണ്. 2ആണെങ്കിലോ പേരമ്പാടി ചുരം നോക്കിയേ. പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ് എന്ന് കൊടുക്കുന്നുണ്ട്. കറക്റ്റാണോ? അതെ, പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. അടുത്ത് പറയുന്നത് ഏതാണ്? ആലുവാമൊഴി ചുരമാണ് അല്ലേ. ഈ ആലുവാമൊഴി ചുരം എന്ന് പറയുന്നത് എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്നതാണ്? തിരുവനന്തപുരം തിരുനെൽവേലി ആണോ? തിരുവനന്തപുരം തിരുനെൽവേലി ആണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇവയെല്ലാമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽച്ചുരം നമ്മുടെ വയനാട് കണ്ണൂർ, പാൽച്ചുരം വയനാട് കണ്ണൂർ. പേരമ്പാടി ആണെങ്കിൽ കണ്ണൂർ കൂർഗ്, പാൽച്ചുരം വയനാട് കണ്ണൂർ, പേരമ്പാടി കണ്ണൂർ കൂർഗ്. ആലുവാമൊഴിയാണെങ്കിൽ അത് തിരുവനന്തപുരം തിരുനെൽവേലി, ആലുവാമൊഴി തിരുവനന്തപുരം തിരുനെൽവേലി. അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ മണ്ണിര, തവള, ഷഡ്പദം എന്ന് കൊടുത്തിട്ട് അവരുടെയൊക്കെ എന്താണ് നെഫ്രീഡിയ, വൃക്ക, മാൽപീജ് നാളിക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്ക്രീഷൻ ഓർഗാൻസ് ഏതെന്നാണ് നമ്മളോട് 7ാമത്തെ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്താൽ പോലും 7ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. മണ്ണിരയുടെ വിസർജന അവയവം ഏതാണ്? മണ്ണിരയുടെ വിസർജന അവയവം ഏതാണ്? നമുക്കറിയാം മണ്ണിരയുടേത് നെഫ്രീഡിയാണ് അല്ലേ. മണ്ണിരയുടേത് ഏതാണ്? നെഫ്രീഡിയ. മണ്ണിരയുടേത് നെഫ്രീഡിയ. അങ്ങനെയാണെങ്കിൽ തവളയുടേത് ഏതാണെന്ന് അറിയാമോ? തവളയുടെ ഏതാണ്? ഈ പറയുന്ന പേര് ഏതാണ് തവളയുടേത് മാൽപീജിയൻ നാളികയാണോ? അല്ല, വൃക്കയാണ് അല്ലേ. അപ്പം തവളയുടേത് ഏതാണ്? വൃക്കയാണ്. എന്നാൽ ഷഡ്പദങ്ങളുടേത് ഏതാണ്? പാറ്റയുടേതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാറ്റയുടേത് മാൽപീജിയൻ നാളികയാണ് അല്ലേ. പാറ്റയുടേത് ഏതാണ്? മാൽപീജിയൻ നാളിക. ഓക്കെ, അപ്പം മണ്ണിര എന്ന് പറയുന്നത് മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയാണ്. തവളയുടേതാണെങ്കിൽ വൃക്കയാണ്. അതേസമയം നമ്മുടെ ഷഡ്പദങ്ങളുടേതാണെങ്കിൽ മാൽപീജിയൻ നാളികയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ന് പറയുമ്പോൾ 1 A വരും, 2 B വരും, 3 C വരും. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ C ആണ് ശരി ഉത്തരമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, നമുക്കടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മിഥ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? മിഥ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? അറിയാമോ? മിഥ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? തഥ്യയാണ് അല്ലേ. അപ്പോൾ നമ്മളത് കേട്ടിട്ടുള്ളതാണ്, PSCയിൽ ചോദിക്കുന്നതാണ്. മിഥ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീതം ചോദിച്ചാൽ അത് തഥ്യയാണ്, തഥ്യ. അടുത്ത ചോദ്യം നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ്? അറിയാമോ? കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം എവിടെയാണ്? ശരി ഉത്തരം കിട്ടിയല്ലോ. ഓപ്ഷൻ B ആണ് അല്ലേ, പെരുങ്കുളം. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം എവിടെയെന്ന് ചോദിച്ചാൽ അത് പെരുങ്കുളമാണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ്. ഇഫ് ദ ഡ്രൈവർ ഡാഷ് കെയർഫുൾ ദ ആക്സിഡൻറ്റ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. അപ്പോൾ എന്താണ് ഇവിടെ വരേണ്ടത്? 10ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കിട്ടിയോ? 10 ഇഫ് ദ ഡ്രൈവർ ഹാഡ് ബീൻ കെയർഫുൾ. ഇഫ് ദ ഡ്രൈവർ ഹാഡ് ബീൻ ആണ്. ഇഫ് ദ ഡ്രൈവർ ഹാഡ് ബീൻ കെയർഫുൾ the accident would not have happened. If the driver had been careful, the accident would not have happened. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ C ആണ് ശരി ഉത്തരം വരേണ്ടത്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി, സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇവർ 3 പേരും ആരൊക്കെയാണെന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, സക്കീർ ഹുസൈൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി, നമുക്കിതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. സിയാച്ചിൻ സന്ദർശിച്ചത് ആരാണെന്നറിയാമോ? ആരാണ് സിയാച്ചിൻ സന്ദർശിച്ചത്? നമ്മുടെ APJ അബ്ദുൽ കലാമാണ് അല്ലേ. അപ്പോൾ APJ അബ്ദുൽ കലാം സിയാച്ചിൻ സന്ദർശിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, സിമ്പിളാണ്. എന്നാൽ 1ാമത്തെ നോക്കി, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണോ സക്കീർ ഹുസൈൻ ആണോ? സക്കീർ ഹുസൈൻ ആണ് അല്ലേ. അധികാരത്തിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചാരെന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. അപ്പോൾ 2, 1, 3 എന്ന് വെച്ചാൽ അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അതേസമയം സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അല്ലേ. അപ്പോൾ 1ാമത്താണെങ്കിൽ ഓപ്ഷൻ A ആണ് അല്ലേ. 1 പറയുന്നത് B അല്ലേ. 1 B ആണ്. 2 എന്ന് പറയുന്നത് ഏതാണ്? 2 A ആണ് അല്ലേ. 2 A ആണ്. 3 എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചാരെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അതേസമയം സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്? നമ്മുടെ APJ അബ്ദുൽ കലാം. അടുത്ത 12ാമത്തെ ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള 2ാമത്തെ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ്?
എവിടെയാണ്? മധ്യപ്രദേശാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഉത്തരം പറഞ്ഞേ. ഒന്ന് ഞാൻ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. ഇതിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഒന്ന് മധ്യപ്രദേശാണ്. രണ്ടാമത്തെ സ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ് കേട്ടോ. ഇപ്പോഴത്തെ നിലവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വനമുള്ള ഒന്നാമത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. അടുത്ത 13ാമത്തെ ചോദ്യം. തീവ്രവാദത്തെ ചെറുക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന സെക്യൂരിറ്റി കൗൺസിൽ 8 കർമ്മ പദ്ധതി അവതരിപ്പിച്ച രാജ്യം ഏതാണ്? 13ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. തീവ്രവാദത്തെ ചെറുക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന സെക്യൂരിറ്റി കൗൺസിലിൽ 8 കർമ്മ പദ്ധതി അവതരിപ്പിക്കേണ്ടായി. അപ്പോൾ ഇത് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. തീവ്രവാദത്തെ ചെറുക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയെ സെക്യൂരിറ്റി കൗൺസിൽ 8 കർമ്മ പദ്ധതി അവതരിപ്പിച്ച രാജ്യം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അറിയാമോ ഏതാണെന്ന്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനാണ് തീവ്രവാദത്തെ ചെറുക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്തത്? 8 കർമ്മ പദ്ധതി അവതരിപ്പിച്ച രാജ്യം ഏതെന്ന് വെച്ചാൽ പാകിസ്ഥാനാണ്. അടുത്ത 14ാമത്തെ ചോദ്യമാണ്. സംസ്ഥാന പോലീസ് മേധാവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? സംസ്ഥാന പോലീസ് മേധാവി DGPയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് നമ്മളോട് 14ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അറിയാമോ ഏതാണ്? വകുപ്പ് 18 ആണ് അല്ലേ. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 18 അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സംസ്ഥാന പോലീസ് മേധാവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതിലാണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 18 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 15ാമത്തെ ചോദ്യം. മരണസമയത്ത് പരേതൻ്റെ കൈവശം ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ ഏതാണ്? എന്താണ് ചോദ്യം? മരണസമയത്ത് പരേതൻ്റെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ പരേതൻ്റെ കൈവശം ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ ഏത് എന്നാണ് നമ്മളോട് 15ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം അറിയാമോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. IPC സെക്ഷൻ 404 IPC സെക്ഷൻ 404 മരണസമയത്ത് പരേതൻ്റെ കൈവശം ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് IPC സെക്ഷൻ 404. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്. നാർക്കോട്ടിക് കൺട്രോൾ ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അല്ലെങ്കിൽ NDPS ആക്ട് എന്നാണ്. NDPS നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. NDPS ആക്ടിലെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? NDPS ആക്ടിലെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? അറിയാമോ? എത്ര എണ്ണം ഉണ്ട്? 6 ചാപ്റ്ററാണ് അല്ലേ. NDPS ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 6 ചാപ്റ്റർ ഉണ്ട്. NDPS ആക്ടിൽ 6 ചാപ്റ്ററാണുള്ളത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യമാണ്. കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മളോട് 17ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 43 അല്ലേ. സെക്ഷൻ 43 C ആണ് ശരി ഉത്തരം. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലുള്ള സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 43 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുറ്റക്കാരൻ മരണപ്പെട്ട ആളുടെ ക്ലർക്കോ ജോലിക്കാരനോ ആണെങ്കിൽ തടവ് ശിക്ഷ എത്ര വർഷം വരെ നീളാം? ശ്രദ്ധിക്കുക, കുറ്റക്കാരൻ മരണപ്പെട്ട ആളുടെ ക്ലർക്കോ അല്ലെങ്കിൽ ജോലിക്കാരനോ ആണെന്നുണ്ടെങ്കിൽ തടവ് ശിക്ഷ എത്ര വർഷം വരെ നീളാമെന്നാണ് 18ാമത്തെ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അറിയാമോ? തടവ് ശിക്ഷ 7 വർഷം വരെ നീളാം കേട്ടോ. തടവ് ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം വരെ എന്ത് ചെയ്യാം? നീളാനുള്ള ചാൻസ് ഉണ്ട്. കുറ്റക്കാരൻ മരണപ്പെട്ട ആളുടെ ക്ലർക്കോ ജീവനക്കാരനോ ആണെന്നുണ്ടെങ്കിൽ തടവ് ശിക്ഷ 7 വർഷം വരെ നീളാം. 19ാമത്തെ ചോദ്യം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണം തടയുന്നതിനുള്ള നിയമപരമായിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30 പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961 ആണെന്ന് പറയുന്നുണ്ട്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നവയിൽ ഏതൊക്കെ പോയിന്റുകളാണ് ശരിയെന്നറിയാമോ? ഇതിൽ ഒന്നാമത്തെ പോയിന്റ് കറക്റ്റാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനായിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്ന എപ്പോഴെന്ന് വെച്ചാൽ 1990 ജനുവരി 30 ആ പോയിന്റ് കറക്റ്റാണ്. പിന്നെ കറക്റ്റായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് പോക്സോ ആക്ടിൻ്റെതാണ്. പോക്സോ ആക്ട് നിലവിൽ വന്ന എപ്പോഴാണ്? 2012 എന്ത് ചെയ്യുന്നത്? പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും പോയിന്റുകൾ മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെയും നാലാമത്തെയും മാത്രമാണ് ശരിയായിട്ടുള്ളത്.
അടുത്ത നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 20ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിസികൾച്ചർ തേനീച്ച എന്ന് പറയുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി, അടുത്ത സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്, സെറികൾച്ചർ ആണെങ്കിൽ സിൽക്ക് ഉൽപ്പാദനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? നമുക്കറിയാം ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ വായിച്ചു നോക്കിയേ. സെറികൾച്ചർ സിൽക്ക് ഉൽപ്പാദനം കറക്റ്റാണ്. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി കറക്റ്റാണ്. സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരം വെച്ച് പിടിപ്പിക്കുന്നത് കറക്റ്റാണ്. പക്ഷേ പിസികൾച്ചർ എന്തല്ല, തേനീച്ചയല്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷ് കൾട്ടിവേഷൻ ആണ് അല്ലേ, മത്സ്യ ഉൽപ്പാദനമാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ 20 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു 20 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് കൂടി പറയുക കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിപ്പോൾ 5 മാർക്ക് ആയിക്കോട്ടെ, 2 മാർക്ക് ആയിക്കോട്ടെ, ഇപ്പോൾ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ 15 മാർക്ക്, 20 മാർക്ക്, എത്ര മാർക്കോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ മാർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു മോക്ക് ടെസ്റ്റ് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിലെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.